ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ജോർദാൻ നദിയിലെ സ്നാനത്തിന് ശേഷമാണ് യേശു 40 ദിനരാത്രങ്ങൾ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മരുഭൂമിയിൽ ഉപവസിക്കുവാൻ പോകുന്നത്. അങ്ങനെ ഉപവസിക്കുവാൻ ചെന്ന തങ്ങളുടെ ഉടയവനെ മരുഭൂമി സന്തോഷത്തോടെ സ്വീകരിച്ചു. 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദ്യോത്തരങ്ങളുടെ സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുവാൻ സാത്താൻ വന്നു. സാത്താന്റെ ചോദ്യത്തിനുള്ള യേശുവിൻ്റെ ഉത്തരം കേട്ട് സാത്താൻ തോറ്റ് പിന്മാറുന്നതാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായ മക്കളാക്കി തീർക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കുന്നതിൻ്റെ പ്രഥമ പടിയാണ് യേശുവിനോടുള്ള സാത്താൻ്റെ പരീക്ഷകൾ. അങ്ങനെയുള്ള പരീക്ഷകളെ എല്ലാം അതിജീവിച്ച് മരണത്തെയും കീഴ്പ്പെടുത്തി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അങ്ങനെയുള്ള യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള അത്ഭുത ശക്തിയുള്ളവരാണ് എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ പരീക്ഷകനായ സാത്താൻ നമ്മുടെ മുൻപിലും തോറ്റ് പിന്മാറും എന്ന സത്യം തിരിച്ചറിയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ദൈവരാജ്യത്തിന് യോഗ്യതയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.